ഹായ്, നമസ്കാരം. നിലവിലുള്ള ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ബി ഗണേഷ് കുമാറും വകുപ്പ് ഒഴിഞ്ഞുപോയ ആഴ്ചകൾക്ക് മുമ്പ് വകുപ്പ് ഒഴിഞ്ഞുപോയ ആന്റണി രാജുവും തമ്മിൽ ഇപ്പോൾ കണ്ടാൽ പരസ്പരം മിണ്ടില്ല എന്ന വിവരമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ആന്റണി രാജു ഇരുന്നപ്പോൾ ചെയ്തു വെച്ചതെല്ലാം വലിയ കുഴപ്പമാണ്, അഴിമതി ആണ്, കെടുകാര്യസ്ഥത നിറഞ്ഞതാണ് എന്ന തരത്തിലുള്ള ഗണേഷ് കുമാറിന്റെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും പുറത്തു വന്നപ്പോൾ അത് ആന്റണി രാജുവിന് അത്ര പിടിച്ചിട്ടില്ല എന്നതാണ്. അവർ ഒരു മുന്നണിയിൽപ്പെട്ടവരാണെങ്കിലും ചിലപ്പോൾ അവർ ഇടതു മുന്നണിയുടെ യോഗത്തിൽ ഒരുമിച്ച് കാണുകയോ അതല്ലെങ്കിൽ ഒരു ഭരണ കക്ഷികൾ എന്നുള്ള നിലയിൽ പരസ്പരം പല പരിപാടികൾ ഒരുമിച്ച് കാണുകയോ ചെയ്താൽ ഇവർ പരസ്പരം വലുതായിട്ട് മിണ്ടാൻ പോലും ശ്രമിക്കുന്നില്ല, കാണാതെ മാറിപ്പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഇത് പാർട്ടി ഇടപെട്ടിട്ട് അതല്ലെങ്കിൽ CPM ഇടപെട്ടിട്ട് അത് പ്രശ്നം തീർക്കുമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അത് അവർ തമ്മിലുള്ള പ്രശ്നം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മുൻമന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൽ വന്നതിന് ശേഷം ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ആ പരിഷ്കാരങ്ങളെല്ലാം ആന്റണി രാജു വിചാരിച്ചു വച്ചിരിക്കുന്നത് തനിക്കെതിരെയാണ് ഇതെല്ലാം എന്നാണ് അദ്ദേഹം വിചാരിച്ചു വച്ചിരിക്കുന്നത്. എന്തായാലും CPMന്റെ പിന്തുണ ആന്റണി രാജുവിനാണ്, ഗണേഷ് കുമാറിനല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് മന്ത്രിയല്ല, ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട് എന്ന് പറഞ്ഞത്. അത് കൃത്യമായ ഒരു സന്ദേശമാണ്. CPMുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ആന്റണി രാജു അഭിപ്രായങ്ങൾ പറയാൻ പോയതും ഇപ്പോൾ CPM ഇടപെട്ട് പറഞ്ഞിരിക്കുന്നു, ആന്റണി രാജുവിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ഇനി അഭിപ്രായങ്ങളൊന്നും പറയണ്ട, ഗണേഷ് കുമാറിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കയറി ഏറ്റെടുക്കാൻ പോകണ്ട, അത് ഞങ്ങൾ വഴിയാവണ്ണം ചെയ്യേണ്ടത് ചെയ്തുകൊള്ളും എന്ന് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മന്ത്രിസഭയിൽ ഒരു കൂട്ടുത്തരവാദിത്വം, മന്ത്രിസഭ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആന്റണി രാജു മന്ത്രിസഭയിലില്ല ആയിക്കോട്ടെ, എന്നാൽ പോലും ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ, ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ പരസ്പരം ആശയവിനിമയവും പരസ്പരം വിശ്വാസവും ഇല്ലാതെ പോയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ആ മുന്നണിയുടെ കെട്ടുറപ്പ് ഇല്ലാതായിരിക്കുന്നു, ആ കെട്ടുറപ്പിൽ വിള്ളൽ വീണിരിക്കുന്നു തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ആന്റണി രാജു പറയുന്നത് ഈ വെല്ലുവിളികൾ മുഴുവനും, അതായത് ഈ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കും, ഇത് വലിയ നഷ്ടമാണ്, ഇത് ആരുടെ തലയിൽ ഉയർന്നതാണ് ഇങ്ങനെ ഒരു ബസ് കൊണ്ടുവന്നതും അത് കഴിഞ്ഞിട്ട് അതിന് വെറും 10 രൂപ മാത്രം ടിക്കറ്റ് വെച്ചതും ഒക്കെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കി, അതുകൊണ്ട് ഞാൻ നിർത്തലാക്കും, ഇനി അതിനെക്കുറിച്ച് ഒരു ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് 3 ഡീസൽ ബസ് വാങ്ങാം എന്നൊക്കെ പറയുമ്പോൾ, ഇത് നിർത്തലാക്കുമെന്ന് പറയുമ്പോൾ അത് എന്നോടുള്ള വെല്ലുവിളിയല്ല, ജനതയോടുള്ള വെല്ലുവിളി എന്നാണ് ഇപ്പോൾ ആന്റണി രാജു തുറന്നടിച്ചിരിക്കുന്നത്. ആ തരത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങൾ, ഗതാഗത വകുപ്പിൽ നടപ്പിലാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങൾ എവിടെ വരെ എത്തും, എങ്ങനെ എത്തും എന്നത് ആകെ സംശയമായിരിക്കുന്നു. എന്നാലും ഗണേഷ് കുമാർ പരിഷ്കാരങ്ങളുമായിട്ടും പരിഷ്കരണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം. അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനെ ലാഭത്തിലാക്കാൻ കഴിയില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള സംവിധാനമെങ്കിലും ഉണ്ടാക്കുമെന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗണേഷ് കുമാർ. പക്ഷേ ഇവിടെ നമ്മൾ ഓർമ്മിക്കാനുള്ള ഒരു വിഷയമുണ്ട്. ഗണേഷ് കുമാർ മന്ത്രി ആയപ്പോൾ തന്നെ അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ട് ഒരു വലിയ പദ്ധതി സമർപ്പിച്ചിരുന്നു. KSRTCയെ എങ്ങനെ രക്ഷപ്പെടുത്താം, പൊതു ഗതാഗത സംവിധാനം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പദ്ധതി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുന്നിൽ വച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മന്ത്രിയായിട്ട് ചാർജ് എടുക്കാൻ പോയത്. പക്ഷേ ഇതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പദ്ധതി തുറന്നു നോക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്തരത്തിലൊരു പദ്ധതി എന്തായാലും ഇവിടെ നടപ്പിലാക്കപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റ് മുഴുവനും ഗണേഷ് കുമാറിന് പോകും. അപ്പോൾ പിന്നെ ഞാനീ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ കസേരയിൽ ഇരുന്നിട്ട് കാര്യമെന്ത് എന്ന മനോഭാവമായിരിക്കാം ഒരു പക്ഷേ പിണറായി വിജയനെ കൊണ്ട് ആ പദ്ധതി തുറന്നു നോക്കാൻ ഇതുവരെയും അദ്ദേഹം തയ്യാറാകാത്തത് തോന്നുന്നു. അതോ അങ്ങനെ ഒരു നടപടി നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഗണേഷ് കുമാർ നൽകിയ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമോ ഇല്ലേ എന്ന് നമുക്ക് കുറച്ചുകൂടി കാത്തിരുന്നിട്ട് വിലയിരുത്താം.